നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ മകയിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യം 30 നാഴി വരുന്നത് ഇടവക്കൂറിലും ശേഷം 30 നാഴി വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ 12ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ ഇപ്പം ജന്മത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉണ്ടെങ്കിൽ പോലും വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് ദൈവാധീനമൊക്കെയുള്ള സമയമാണ്. നിവർത്തി സ്ഥാനാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം എന്ത് ആഗ്രഹിച്ചാലും സ്വയം മുന്നിട്ടിറങ്ങിയാൽ അതൊക്കെ സാധിക്കുന്നൊരു സമയമാണ്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗം ഈ മാസത്തിലുണ്ട്. ശശമഹായോഗത്തിൻ്റെ ഗുണമുണ്ട്. അത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് നമ്മൾ എത്ര ഉത്സാഹത്തോടുകൂടി പ്രവൃത്തി എടുത്താലും ആ പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കൈവശം വരാതിരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല 2ാം ഭാവത്തിൽ 15ാം തീയതി വരെ അധികാരകനായിരിക്കുന്ന സൂര്യനാണ് നിൽക്കുന്നത്. അപ്പം പാവേ വിത്തകതേ സ്വപൂർവ്വനിചിത ദ്രവ്യക്ഷയോ വക്തരൊക്കുന്ന, നല്ലത് പറഞ്ഞാലും അപ്രിയമായിട്ട് തോന്നുക, ഇടത്തിയാടി സംസാരിച്ചതുപോലെ തോന്നുക, സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുക. അതേപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ, ഇടയ്ക്ക് തലവേദന, മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ, ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളിലും കൂടി കടന്നു പോകാനിടവരെ. എങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ലതാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത സമാധാനവും അനുഭവപ്പെടാനായിട്ട് യോഗമുണ്ട്. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളും മാനസിക ടെൻഷനുമാണ് കുറച്ച് കാര്യമായിട്ട് അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. ശിവക്ഷേത്രത്തിൽ കൂവളമാലയും പിൻവിളക്കും കഴിപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ മാസത്തിൽ മകര നക്ഷത്രത്തിന് ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ്. എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് മിഥുനക്കൂറാണ്. 12ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. മാത്രമല്ല ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ട് ചൊവ്വയും 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ലഗ്നത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനുമാണ്. അപ്പോൾ ദേഷ്യം, എടുത്തുചാട്ടം, തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക. അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങളുള്ളതുകൊണ്ടുള്ള മാനസിക ടെൻഷൻ, വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ അനുഭവപ്പെടുക. അതേപോലെ തന്നെ 12ാം വ്യാഴം ആയത് കാരണം കൊണ്ട് ധനകാരകനായിരിക്കുന്ന വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുകയും 4 കയറി നിൽക്കുകയും ചെയ്യുന്ന കാരണം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് യാതൊരു ഗുണവും ഉണ്ടാകാതിരിക്കുക, അന്നന്ന് ജീവിച്ചു പോകുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാകുകയും, വീട് വിട്ട് അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായ കുറച്ച് നേട്ടങ്ങളൊക്കെ അന്യദേശത്ത് ഉണ്ടാകാനായിട്ട് യോഗം വരികയും ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് യോഗമുണ്ട്. മാത്രമല്ല 10ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അമൃത വിഷകണ്ഠകാരകനായത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഭാഗ്യാധിപതി ബലവാനാണ്. നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. എങ്കിലും തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരിക എന്ന് പറയുന്നൊരവസ്ഥ അനുഭവപ്പെടുക, അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ്. പിന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുകൂലാവസ്ഥ വരാനുള്ള യോഗമുണ്ട്. 19ാം തീയതി വരെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ പൂർവ്വ പുണ്യസ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രനും രക്ഷാസ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായ അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനും യോഗമുണ്ട്. എങ്കിലും 12ാം വ്യാഴമായത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ശനിദോഷ പരിഹാരമായിട്ട് നീരാഞ്ജനം, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് എന്നിവയൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ മാസത്തിൽ അനുകൂലമായ ഗുണം അനുഭവിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.